ശ്രീ PC വിശ്വനാഥ് MLA ആണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ലീഡേഴ്സ് മോർണിംഗിൽ. MLA ഗുഡ് മോർണിംഗ്, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീ PC വിശ്വനാഥ്, ഇപ്പം തിരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. നമുക്കറിയാം ഇന്നിപ്പോൾ മാർച്ച് മാസം 13-ാം തീയതി കഴിഞ്ഞാൽ ഏതു നിമിഷവും ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നമ്മൾ തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ഒടുവിലായിട്ട് കേരളം കണ്ട തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മറ്റു മുന്നണികളെയൊക്കെയും പിറകിലാക്കി ഒരു പടി മുന്നേ അല്ലെങ്കിൽ ഒരു മുഴം മുന്നേ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമായ കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത്. ആ ഒരു ട്രെൻഡ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കാമോ? സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ ഏകദേശം ധാരണയായി, ഇനിയിപ്പോൾ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ എന്നറിയാൻ കഴിയുന്നു. അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ ശ്രീ PC വിശ്വനാഥ്? തീർച്ചയായും അധികം വൈകാതെ തന്നെ ഉണ്ടാകും. കുറച്ച് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പാകത്തിൽ കേരളത്തിലെ പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം വളരെ നേരത്തെ ചേർന്നിരുന്നു. അതിനുശേഷം മധുസൂദനൻ മിസ്ത്രി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി 2 തവണ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് മാർച്ച് 1-ാം തീയതിയൊക്കെ പ്രഖ്യാപിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ആ നിലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഈ 10-ന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോസസ്സ് അല്പം സ്ലോ ചെയ്തു. കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഒരു മേജർ നമ്പർ സ്ഥാനാർത്ഥികൾ റെഡിയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പ്രോസസ്സ് എല്ലാം അത് പൂർത്തിയായി. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങിയാൽ അനൗൺസ് ചെയ്യുന്ന പാകത്തിൽ കേരളത്തിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്നും ഡൽഹിയിൽ കേരളത്തിന് വേണ്ടി AICC നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഉച്ചയ്ക്ക് ശേഷം ചേരുന്നുണ്ട്. അപ്പോൾ ഈ 2 സ്ക്രീനിംഗ് കമ്മിറ്റിയിലും സിംഗിൾ നെയിമായ ഒറ്റപ്പേരായ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അതിൽ തന്നെ പാനൽ വന്ന കോൺസ്റ്റിറ്റ്യുവൻസീസിലെ പേരുകൾ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം കഴിയുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളെയും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും KPCCയും UDFും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ശ്രീ PC വിശ്വനാഥ്, ഇപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതാണ് കോൺഗ്രസിൽ വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന്. 3 പതിറ്റാണ്ട് നീണ്ട ഇടതുബന്ധം അവസാനിപ്പിച്ച് ആദ്യം പാർട്ടിക്കൊപ്പം ചേർത്തത് ശ്രീമതി ഐഷ പോറ്റിയായിരുന്നു. ഇപ്പോൾ അത് CC മുകുന്ദനിലേക്ക് വരെ എത്തി നിൽക്കുന്നു. CC മുകുന്ദൻ കോൺഗ്രസിനൊപ്പം ചേർന്നില്ല എങ്കിൽ കൂടി അപ്പം ഇനിയും വിസ്മയങ്ങളൊക്കെ ഉണ്ടാകുമോ? CC മുകുന്ദനെ പോലുള്ള നേതാക്കൾ ഈ മുന്നണിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു എന്ന് പറയുന്നു, ഈ പാർട്ടി വിടുന്നു എന്ന് പറയുന്നു. അപ്പം അതൊക്കെ ഈ ഘട്ടത്തിൽ എത്ര കണ്ട് നിർണായകമാണ്? പ്രത്യേകിച്ചും ഇടതുകോട്ടയായ നാട്ടികയിലെ സിറ്റിംഗ് MLA ഒക്കെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി താൻ മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. കൂടുതൽ നേതാക്കന്മാർ വിവിധ പാർട്ടികളിൽ നിന്നും അവർ UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കാൻ, കോൺഗ്രസിനൊപ്പം നിൽക്കാൻ, UDFനൊപ്പം നിൽക്കാൻ അവർ താല്പര്യപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നല്ല കാര്യമാണ്. എന്ന് മാത്രമല്ല, വളരെ ചെറിയ ഒരു കാര്യമായിട്ട് പരിഗണിക്കേണ്ട നമ്മുടെ ഭരണശിരാകേന്ദ്രമാണ് സെക്രട്ടേറിയറ്റിലെ ഒരു സൊസൈറ്റി ഇലക്ഷനെ നിങ്ങൾ ഒരു സംസ്ഥാന ഇലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ജീവനക്കാരുടെ അസ്വസ്ഥത പരിഹരിക്കാൻ അവസാന നിമിഷം ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മീഷനെ പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള ചില പൊടിക്കൈകൾ ചെയ്തെങ്കിലും ജീവനക്കാർ അതിനെ വിശ്വാസത്തിലെടുത്തില്ല എന്നതിൻ്റെ തെളിവാണ് ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ അനുഭാവികളായ ജീവനക്കാർ പോലും കോൺഗ്രസ് അനുകൂല സംഘടനയ്ക്ക് വോട്ട് ചെയ്ത് അവിടെ നേടിയ ഒരു വിജയം. ഭരണശിരാകേന്ദ്രത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളതിനെ കാണുന്നത്. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഒരു ഇലക്ഷനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കൂടുതൽ ആളുകൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലോട് എതിർപ്പുള്ളവരായിട്ടും ഗവൺമെൻറ് മാറണം എന്നുള്ളവരായിട്ടും ആഗ്രഹിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ഒരു പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. യെസ്,
ശ്രീ പി സി വിശ്വനാഥ്, ഇപ്പം കൊല്ലം കഴിഞ്ഞ നാൾ വരെ ചെങ്കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ കോട്ടകൾ പലതും ത്രിവർണ്ണമായത് നമ്മൾ കണ്ടു. അപ്പം വേണമെങ്കിൽ ഒരു വാദം ഉന്നയിക്കപ്പെടാം, തദ്ദേശത്തിലെ ട്രെൻഡ് ആയിരിക്കില്ലല്ലോ നിയമസഭയിലെന്ന്. എനിവേസ്, ഇപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും മുൻപേ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം കുണ്ടറയിൽ അങ്ങ് തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. കഴിഞ്ഞ വട്ടം സിറ്റിംഗ് MLA മന്ത്രിയെ തോൽപ്പിച്ചെടുത്ത സീറ്റാണ് അങ്ങത്. ഇപ്പോൾ സമാനമായ രീതിയിൽ കരുനാഗപ്പള്ളിയിൽ CR മഹേഷും അവിടെ വിജയിച്ചിരുന്നു. അപ്പോൾ 2021 തന്നെ കോട്ട പൊളിക്കപ്പെടാം, അല്ലെങ്കിൽ കോട്ട പൊളിക്കാമെന്ന് തെളിയിക്കപ്പെട്ടതുമാണ്. അപ്പോൾ കോട്ടകൾ പലതും നിയമസഭയിലും പൊളിക്കാൻ കഴിയുമോ കോൺഗ്രസിന്? തീർച്ചയായും ഇത്തവണ UDFന് വലിയ പിന്തുണ നൽകാൻ പോകുന്ന ഒരു ജില്ലയായിരിക്കും കൊല്ലം ജില്ല എന്നുള്ള കാര്യത്തിൽ സേതുലക്ഷ്മി പറഞ്ഞ നിരീക്ഷണങ്ങൾ പൂർണ്ണമായും ശരിയാണ്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ലോക്കൽ ബോഡി റിസൾട്ടുമാണ് വന്നത്. ഞങ്ങൾക്ക് കൊല്ലത്ത് മുമ്പ് നിയമസഭയിൽ പാർലമെൻറ്റിലും വിജയങ്ങൾ ഉണ്ടായ കാലത്ത് പോലും കൊല്ലത്ത് ലോക്കൽ ബോഡിയിൽ ഞങ്ങൾക്ക് മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 10-30 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കൊല്ലം കോർപ്പറേഷൻ ജയിക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നു. പഞ്ചായത്ത് ഏതാണ്ട് 33-34 തുല്യാതുല്യമാണ്. ഗ്രാമപഞ്ചായത്തുകൾ CPM-ഉം അല്ലെങ്കിൽ LDF-ഉം UDF-ഉമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് കൊല്ലം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് സംസ്ഥാനത്ത് MLA-മാരുടെ എണ്ണത്തിൽ നന്നായി UDFന് അനുകൂലമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നൊരു ജില്ലയാണ്. പിന്നെ ഞാൻ ന്യൂസ് മലയാളത്തിൻ്റെ ഈ മോർണിംഗ് ഷോയിൽ തന്നെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2 മാസം മുമ്പ് സമാനമായൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കുണ്ടറയിൽ തന്നെ മാത്രമായിരിക്കും. ആ ആഗ്രഹം പാർട്ടിയുടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ 2 മാസം മുമ്പ് ഈ ഷോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ പാർട്ടി ഏതാണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിന് ഔദ്യോഗിക സ്വഭാവം വരും. അതുവരെ നമ്മൾ അത് കാത്തിരിക്കണമല്ലോ. അതാണ് അതിൻ്റെ ഒരു രീതി. തീർച്ചയായും. ശ്രീ പി സി, ഇപ്പം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു. യുവാക്കൾക്കും വയോജനങ്ങൾക്കും ഉൾപ്പെടെ ചുരുക്കത്തിൽ എല്ലാ വിഭാഗത്തിനുമായിട്ട് അദ്ദേഹം ഗ്യാരണ്ടി അടക്കം വെച്ചു, 5 ഗ്യാരണ്ടി അടക്കം വെച്ചു. അപ്പം ഇത് പാർട്ടിക്ക് എത്ര കണ്ട് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്? അത് യഥാർത്ഥത്തിൽ ഇപ്പം രാഹുൽ ഗാന്ധി അതിന് വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് പുത്തരിക്കണ്ടത്തെ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പങ്കെടുത്ത് ടെക്നോ പാർക്കിലെ ടെക്കീസുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു. ആ ഇൻട്രാക്ഷൻ ഏതാണ്ട് അവസാനിക്കാൻ പോയപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊരു ചോദ്യം വന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തുമൊക്കെ ഈ ഫ്രീ ബീസ് അനൗൺസ് ചെയ്യുന്നത് ശരിയാണോ? അത് സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ ഞെരിക്കില്ലേ, തകർക്കില്ലേ എന്നൊരു ചോദ്യം അവിടെ പങ്കെടുത്ത ഒരാളിൽ നിന്നുണ്ടായി. രാഹുൽ ഗാന്ധി അതിന് വളരെ ലളിതമായി എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു മറുപടി നൽകി. നിങ്ങൾ പാവപ്പെട്ടവന് അവൻ്റെ അക്കൗണ്ടിൽ ഒരു 1000 രൂപ ആ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരു പാവപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ യാത്ര സൗജന്യമാക്കാൻ വേണ്ടി കുറച്ച് പണം മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഒരു 25,000 രൂപ വരെ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ വരെ ഉള്ള ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്കത് ഫ്രീ ബീസാണ്, നിങ്ങൾക്കത് പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾക്ക് 2 ലക്ഷം കോടിയും 4 ലക്ഷം കോടിയുമൊക്കെ അംബാനിക്കും അദാനിക്കുമെല്ലാം ഗവൺമെൻറ്റുകൾ വേറെ രൂപത്തിൽ സൗജന്യമായി നൽകുമ്പോൾ നിങ്ങളെ അത് ബാധിക്കുന്നില്ല. നിങ്ങൾക്കത് ഗവൺമെൻറ് ഈ കുത്തകകൾക്ക് നൽകുന്ന സൗജന്യമായി സഹായമായി അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ആ കാഴ്ചപ്പാടിനാണ് മാറ്റം വരേണ്ടത് എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. നമ്മൾ കൃത്യമായി പരിശോധിക്കൂ, ഇത് സെക്ടർ വൈസാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ. വിമൻ, യൂത്ത്, സ്റ്റുഡൻറ്റ്, ഹെൽത്ത്, എൽഡർലി. അപ്പോൾ ഇത് ഓരോ സെക്ടറാണ്, നമ്മുടെ പരിഗണന നൽകേണ്ട മേഖലകളാണ്. ആ മേഖലകളിൽ ഓരോ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പ് പ്രഖ്യാപിച്ച തെലങ്കാനയിലും കർണാടകയിലും എല്ലാം ഈ പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കിയപ്പോൾ ഞാൻ ഈ 2 സംസ്ഥാനത്തും AICC സെക്രട്ടറിയായി വർക്ക് ചെയ്ത ഒരാളാണ്. അതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ മാത്രം നിന്നിരുന്ന സ്ത്രീകൾ ജോലി തേടി നഗരങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഗ്രാമങ്ങളിൽ ലഭിച്ച തുച്ഛ വരുമാനത്തേക്കാൾ കൂടുതൽ തുക അവർക്ക് നഗരങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ ലഭിക്കാൻ തുടങ്ങി. അവരുടെ കുടുംബത്തിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. ഈ പണം അവർ ലോക്കൽ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
ഇവരാരും പിന്നെ അമേരിക്കയിൽ ചിലവഴിക്കുകയല്ലല്ലോ ഈ പൈസ. ഇന്ത്യയിൽ, കേരളത്തിൽ, അവരുടെ ഗ്രാമങ്ങളിൽ അവരുടെ പർച്ചേസിങ് പവർ കൂടുകയാണ്. അവരുടെ പർച്ചേസിങ് പവർ കൂടുമ്പോൾ അവർ എക്കണോമിയിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് അത് മാറുകയാണ്. അത് വേറൊരു രൂപത്തിൽ നമ്മുടെ ധനകാര്യസ്ഥിതിയെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ കറൻസി. അപ്പോൾ ഇവർ ഒരു വശത്ത് സേവ് ചെയ്യുകയാണ്. എന്താണ്? അവർ സൗജന്യമായി ബസ് യാത്ര ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഗ്രാമങ്ങളിലെ തുച്ഛ വരുമാനത്തിൽ നിന്നും ഫ്രീ ട്രാവൽ ആയതുകൊണ്ട് നഗരങ്ങളിലെ കുറച്ചുകൂടി മെച്ചപ്പെട്ട വരുമാനത്തിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന മെച്ചപ്പെട്ട വരുമാനം നഗരത്തിലോ ഗ്രാമത്തിലോ അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, അവിടെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സാമ്പത്തിക അഭിവൃദ്ധി മൊത്തത്തിൽ ഉണ്ടാകുന്നു. അപ്പം ഇത് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സ്വാശ്രയത്വം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായ ഒരു വലിയ മുന്നേറ്റമല്ലേ. അപ്പം കർണാടകത്തിൽ നിങ്ങൾ പരിശോധിക്കൂ, ഡേറ്റ ഉണ്ട്. തെലങ്കാനയിൽ നിങ്ങൾ പരിശോധിക്കൂ, ഇപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഈ രണ്ട് സംസ്ഥാനങ്ങളും ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ മറികടന്നിരിക്കുകയാണ്. സാധാരണ സ്ത്രീകൾ കൂടുതലായി വീട്ടിലിരിക്കുകയും പുരുഷന്മാർ പുറത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഈ ഗ്യാരണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം സ്ത്രീകൾ കൂടുതലായി പുരുഷന്മാരെക്കാൾ യാത്ര ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് വലിയൊരു സാമൂഹിക മാറ്റമല്ലേ? തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവും ഈ ഗ്യാരണ്ടിയും ഒക്കെ പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രീ PC, ഇപ്പം ഇതുവരെ ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വന്നാൽ നിയമസഭയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട മുന്നണികൾ എന്ന് വെച്ചാൽ അത് UDF-ഉം LDF-ഉം ആണ്. രണ്ടുപേർക്കും കാര്യമായ വെല്ലുവിളി ഉയർത്തിയിരുന്നില്ല BJP. ഇപ്പം രാജഗോപാൽ ഒരു അക്കൗണ്ടൊക്കെ തുറന്നെങ്കിലും അത് പൂട്ടിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ BJPയുടെ കാര്യം അങ്ങനെയല്ല. അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവർ ഈ A+ മണ്ഡലങ്ങളെന്ന് അവർ തന്നെ കണക്ക് കൂട്ടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ചുരുങ്ങിയത് 10ഇടത്തെങ്കിലും BJP വരുമെന്ന് വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഇപ്പം 44 പേരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക അവർ തയ്യാറാക്കിയെന്ന് പറയുന്നു. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ, അവരുടെ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേർ, സംസ്ഥാനത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട BJP നേതാക്കളൊക്കെയും ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കോൺഗ്രസിനും, ഇപ്പോൾ പ്രത്യേകിച്ച് UDF-ൽ കോൺഗ്രസിനും വലിയൊരു വെല്ലുവിളി BJP ഉയർത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ നേമം, വട്ടിയൂർക്കാവ് പോലുള്ള സ്ഥലങ്ങളിലും. ഞാൻ ചോദിച്ചത് മറ്റൊന്നുമല്ല, ഇപ്പം BJPയുടെ കാര്യമാണ് ചോദിച്ചത്. കാരണം BJP ഇതുവരെ നിയമസഭയിൽ ആർക്കും വലിയ വെല്ലുവിളിയൊന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് UDF-നെയും LDF-നെയും സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികളാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജഗോപാൽ ഒരിക്കലും ഒരു അക്കൗണ്ട് തുറന്നെങ്കിലും അത് പൂട്ടിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ BJPയുടെ ഒരു നില അങ്ങനെയല്ല. അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവർ തന്നെ കണക്ക് കൂട്ടുന്ന ഒരു 10-50ഓളം വരുന്ന A+ മണ്ഡലങ്ങളുണ്ട്. അതിൽ കുറഞ്ഞതൊരു 10ഇടത്തെങ്കിലും അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും, നിയമസഭയിൽ എത്തുമെന്ന് അവർ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. നാളെ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു. അദ്ദേഹവുമാണെങ്കിൽ തുടർച്ചയായി ഇപ്പം 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരികയാണ്. നാളെ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളടക്കം നടത്തുമെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തവണത്തെ BJPയുടെ ഈ വെല്ലുവിളിയും അവരുടെ ആത്മവിശ്വാസവും ഒക്കെ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കാൻ ഇടയുണ്ടോ ശ്രീ PC? അല്ല, ഞങ്ങൾ വിജയിച്ച് അധികാരത്തിൽ വരാൻ പരിശ്രമിക്കുന്ന ഒരു മുന്നണി എന്ന നിലയിൽ രണ്ട് പാർട്ടികളെയും, ഇടത് ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPM-നെയും BJP-യെയും അവരുടെ പ്രവർത്തനങ്ങളെയും മുന്നൊരുക്കങ്ങളെയും എല്ലാം വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളാ കാര്യത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ശരി, ഈ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ആ പരിശോധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുമ്പോൾ ആ ഗൗരവം ഉണ്ടാവും. നിങ്ങൾ അത് പട്ടിക പുറത്തു വരുമ്പോൾ മനസ്സിലാകും. ഓക്കെ, കാത്തിരിക്കാം പട്ടികയ്ക്ക് വേണ്ടിയിട്ട്. ശ്രീ PC വിശ്വനാഥ്, ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഇപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. കാരണം ഇപ്പം അങ്ങയുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, ഈ നമ്മുടെ ആതുര സേവനത്തിൻ്റെ മുഖമായിട്ട് നമ്മൾ കാണുന്നത് നഴ്സുമാരെയൊക്കെയാണ്, മാലാഖമാരെന്നാണ് നമ്മൾ അവരെ പറയുന്നതും. അവരുടെ ഇപ്പം ശമ്പള വർധനവൊക്കെ ആവശ്യപ്പെട്ട് സമരമുഖത്താണ്, തെരുവിലാണ്. ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ അത് പൂർണ്ണമായും സമവായത്തിലേക്ക് എത്തുന്നില്ല. പല ആശുപത്രികളുടെയും പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും സർക്കാർ ഡോക്ടർമാരുടെ പ്രവർത്തന സമയമൊക്കെ കൂട്ടി, അതിലും ഡോക്ടർമാർക്കൊക്കെ പരാതിയും പരിഭവമുണ്ട്. ഈ ആരോഗ്യ മേഖലയിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡോക്ടർമാർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, അവർ പണിമുടക്കുന്നു, ഇപ്പം നഴ്സുമാർ തെരുവിൽ നിൽക്കുന്നു. ഈ സാഹചര്യങ്ങളെയൊക്കെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നഴ്സുമാരുടെ കാര്യം പറഞ്ഞു. നമ്മൾ പറയും, നമ്മുടെ പ്രസംഗത്തിലൊക്കെ അവർ മാലാഖമാരാന്നൊക്കെ പറയും. കോവിഡ് കാലത്തും നിപ്പായുടെ കാലത്തും എല്ലാം ജീവൻ പണയം വെച്ച് അവർ നടത്തിയ
സേവന പ്രവർത്തനങ്ങളെ പാടി പുകഴ്ത്തും. ഈ പാടി പുകഴ്ത്തൽ കഴിഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ഈ തുച്ഛ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഈ നഴ്സുമാരുടെ അവസ്ഥ അത് പരിതാപകരമായി തുടരുകയും ചെയ്യും. വാഴ്ത്തുപാട്ടുകളും പ്രസംഗങ്ങളും ഒരു വഴിക്കും അവരനുഭവിക്കുന്ന ദുരിതങ്ങളും സങ്കടങ്ങളും മറുവഴിക്കുമായി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന അവരുടെ സമരത്തിന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ ഗവൺമെൻറ് ഡോക്ടർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ 4-5 ദിവസം അവരുടെ സമരമായിരുന്നു. അവർക്കും ജോലിഭാരമാണ്. മതിയായ ഇല്ല ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ പോലുമില്ല. അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ആരാണ്? രോഗികളാണ്. നഴ്സുമാരുടെ സമരം പരിഹരിക്കപ്പെടാതെ പോകുമ്പോൾ അവിടെയും ജനങ്ങൾ, രോഗികൾ ദുരിതത്തിലാവുകയാണ്. അപ്പം ആരോഗ്യ മേഖലയിലെ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ അത് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒരേപോലെ ആ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പൊങ്ങി വരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ അവസാന നിമിഷവും കാണുന്നത്. അതിനകത്ത് ഗൗരവമായ ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. യെസ്, അപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ശ്രീ PC വിഷ്ണുനാഥ്. അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. മാത്രമല്ല ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇനി കാണുന്നത് സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്നതിന് ശേഷമായിരിക്കും. അങ്ങനെയൊക്കെ എല്ലാവിധ ആശംസകൾ കൂടി അറിയിക്കുന്നു. ഒപ്പം ഇന്നൊരു നല്ല ദിവസം കൂടി ആവട്ടെ.